ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിലിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു സിമ്പിൾ എവറിഡേ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നും ഇപ്പം കോളേജിലും ഓഫീസിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്നും കൺസീലറും ഫൗണ്ടേഷനും കോമ്പാക്ട് പൗഡറും ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. അറ്റ്ലീസ്റ്റ് ഞാനതൊട്ടും പ്രിഫർ ചെയ്യാത്ത ഒരാളാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഒബ്വിയസ്ലി ഇപ്പം എത്ര നല്ല ബ്രാൻഡിന്റെ ആന്ന് പറഞ്ഞാലും നമ്മൾ എന്നും കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് സ്കിന്നിന് അത്ര നല്ലതല്ല. പിന്നെ രണ്ടാമത്തെ റീസൺ, എനിക്ക് പേഴ്സണലി ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ടിങ്ങനെ നടക്കുന്ന എന്തോ പോലെ ഫീൽ ചെയ്യും. സോ എനിക്കത് അത്ര ഇഷ്ടമല്ല. അപ്പൊ സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു അണ്ടർ 5 minutes, ഞാനിത് 5 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. കാരണം ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ ചെയ്യാൻ. അപ്പോൾ ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ് വിത്ത് യു ഓൾ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഞാനൊരു നല്ല ഫേസ് വാഷ് ഇട്ട് എൻ്റെ മുഖം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി രണ്ടാമത് ഞാൻ ചെയ്യാൻ പോകുന്നത്, പിന്നെ ഞാൻ ലെൻസ് ഉപയോഗിക്കുന്ന ഒരാളാണ്. സോ അത് വെച്ചു. അതിനുശേഷം ഒബ്വിയസ്ലി നമ്മൾ ക്ലെൻസിങ്ങിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു നല്ല മോയ്സ്ചറൈസർ ഇട്ട് സ്കിന്നിനെ ഒന്ന് പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും, ഫേസ് വാഷിന് ശേഷം സ്കിൻ കുറച്ച് ഡാമ്പ് ആയിട്ടിരിക്കുമ്പോൾ ഒരു നല്ല നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഒരു നല്ല മോയ്സ്ചറൈസർ ഇടുക. സോ ഞാനിങ്ങനെ കുറെ ഡോട്ട് ഇട്ടിട്ട് ചെയ്യാൻ പോവാണേ. എൻ്റെ സ്കിൻ ഇപ്പം അത്ര ഡാമ്പ് ഒന്നും അല്ലായിരുന്നു, കാരണം ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട്. നിങ്ങൾ കുറച്ച് ഡാമ്പ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ മോയ്സ്ചറൈസർ ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആ മോയ്സ്ചറൈസറിന്റെ എഫക്റ്റ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഫസ്റ്റ് സ്റ്റെപ്പ്. എനിക്കിവിടെ കണ്ണാടി ഒന്നുമില്ല കേട്ടോ, ഞാൻ അതുകൊണ്ട് ക്യാമറ തന്നെ നോക്കി ചെയ്യാണ്. ഓക്കെ. സോ മോയ്സ്ചറൈസർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലിപ്സും കുറച്ച് ഹൈഡ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വാസലിന്റെ റോസി ലിപ്സ് എന്നൊരു ലിപ് ബാം ആണ്. നല്ലതാണ്. ഞാൻ പണ്ടോട്ടെ വാസലിൻ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ, ഓൾമോസ്റ്റ് 10 seconds. എപ്പോഴും ഒരു പ്രോഡക്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം, അത് സ്കിന്നിലോട്ടൊന്ന് അബ്സോർബ് ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പൊ ഞാൻ മോയ്സ്ചറൈസറും ലിപ് ബാമും ഇട്ടതിന് ഒരു 10 സെക്കൻഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ, ഇതാണ് കേട്ടോ നമ്മുടെ മാജിക് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ. ഇത് അക്വലോജിക്ക എന്ന ബ്രാൻഡിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. അവർക്ക് ഒരുപാട് വേരിയൻസ് ഉണ്ട് ഈ സൺസ്ക്രീനിന്റെ. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാട്ടർമെലൻ ആൻഡ് നയസിനമൈഡ് എന്ന ആ ഒരു വേരിയന്റ് ആണ്. പിങ്ക് കളറിലാണ് കുപ്പിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഇതിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. വാട്ടർമെലൻ ആൻഡ് നയസിനമൈഡ്, അതാണ് ഇതിന്റെ വേരിയന്റിന്റെ പേര്. അക്വലോജിക്ക എന്നാണ് ബ്രാൻഡ്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഇത് ഉറപ്പായിട്ടും. ഇതൊരു സൺസ്ക്രീൻ ആണ്. പക്ഷേ സൺ പ്രൊട്ടക്ഷനേക്കാളും എനിക്കിത് ഇഷ്ടപ്പെടാൻ വേറൊരു കാരണമുണ്ട്. ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനൊരു ഡ്യൂയി ഫിനിഷ് വരും. എന്താ പറയാ, ഒരു തിളക്കമൊക്കെ കിട്ടുന്ന പോലെ ഒരു എന്താ ടിൻറ്റഡ് സൺസ്ക്രീൻ ഒന്നും അല്ല ഇത്. നോർമൽ സൺസ്ക്രീൻ ആണ്, പക്ഷെ ഒരു ഡ്യൂയി ഫിനിഷ് കിട്ടും. ഞാൻ ഇട്ട് കാണിച്ചുതരാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. 2 finger റൂളാണ്. 2 ഫിംഗർ അത്രയാണ് ഞാൻ സൺസ്ക്രീൻ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി. സോ ഞാനിത് ഫേസിലേക്ക് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണേ. പിന്നെ മൊത്തം പിമ്പിൾസ് ഒക്കെ ഉണ്ട്, ചെറുതായിട്ട് ഡാർക്ക് സർക്കിളും ഉണ്ട്. അപ്പൊ ഈ നോ മേക്കപ്പ് ലുക്കിന്റെ മെയിൻ പോയിന്റ് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഉള്ള ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യുക. അതായത് നല്ല ലിപ്സ്റ്റിക് ഇടുക, അല്ലെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ ഇട്ട് മുഖത്തിനെ ഒന്ന് നല്ലോണം പ്രെപ്പ് ചെയ്യുക. അതാണ് അതിന്റെ ബേസിക് എന്താ പറയാ എസെൻസ് എന്ന് പറയുന്നത് തന്നെ. സോ ഞാൻ പറഞ്ഞു വന്നതിന്റെ എന്താന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ ഇതൊന്നും ഹൈഡ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ ഈ ഒരു ലുക്കില്. പിമ്പിൾസ് ഒക്കെ അതുപോലെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ അഹെഡ് ആൻഡ് യൂസ് എ കൺസീലർ, നോ പ്രോബ്ലം. പക്ഷെ ഞാനിവിടെ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എന്നും ഇതിട്ടുകൊണ്ട് നടക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് ഞാൻ അതങ്ങനെ റെക്കമെൻഡും ചെയ്യാറില്ല. ഞാൻ കുറച്ചുകൂടെ സൺസ്ക്രീൻ എടുക്കുകയാണ്, കാരണം ഞാൻ നെക്ക് ഏരിയ കവർ ചെയ്തില്ല. എൻ്റെ മൈക്കിനൊരു സോക്കേടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇത് ഓഫായി പോവും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും ഇത് റെക്കോർഡിംഗ് ആണോന്ന്. കണ്ടോ, എനിക്ക് അറിയില്ല ക്യാമറയിൽ അത് കാണാൻ പറ്റുന്നുണ്ടോന്ന്. പക്ഷെ നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഡ്യൂയി ഫിനിഷ് കിട്ടും. നമ്മുടെ സ്കിൻ ഒന്ന് പ്രെപ്പ്
പ്ലംപായ പോലെ ഒരു ഫീല് കിട്ടും. കാണുന്നുണ്ടോ? ആ ഒരു ചെറിയൊരു ഗ്ലോ കിട്ടും. സ്കിൻ കണ്ടോ? ഒരുപാട് വേരിയൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, വേറെ ഉണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ഇതാണ്. നമ്മൾ ആ ഒരു ഡ്യൂയി ഫിനിഷ് കിട്ടും. അപ്പൊ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഒരു 10 സെക്കൻഡ്സ് കഴിഞ്ഞു കേട്ടോ. ഇപ്പം 10 സെക്കൻഡ് ഇത് എവിടെയും റൂളായിട്ട് എഴുതി വെച്ചതെന്നല്ല കേട്ടോ. ഇതിപ്പോ ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതാണ്. അതായത് ഒരു പ്രോഡക്റ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തത് ഇടാവും എന്നുള്ളത്. എനിവേസ്, അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഐബ്രോസിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ്. എൻ്റെ കയ്യിലുള്ളത് ഡിയർ ഡാർലിംഗ് അല്ല, എറ്റൂഡ് ഹൗസിന്റെ ഒരു ബ്രൗൺ ബ്രോ പെൻസിലാണ്. ഷേപ്പ് ചെയ്യാനുള്ള ബ്രഷും ഉണ്ട്. സോ ഫോണിൽ നോക്കി ചെയ്യുന്നത് പാടായതുകൊണ്ട് ഞാൻ എൻ്റെ കോമ്പാക്ട് പൗഡറിന്റെ കണ്ണാടി വെച്ച് ചെയ്യാൻ പോവാണേ. സോ അതാ ഞാൻ പറഞ്ഞു തന്നെ. അപ്പം ഞാനത് ഈ ഐബ്രോ ഷേപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് വല്ലപ്പോഴും കൂടി എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഈ ബ്രോ പെൻസിൽ വെച്ച്, എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഫില്ല് ചെയ്ത് ഒന്ന് ബ്രഷ് വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ണുകളിലേക്ക് വരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു മസ്കാര ഉപയോഗിക്കാം. നല്ലൊരു മസ്കാര യൂസ് ചെയ്താലും മതി, അതായിരിക്കും ഏറ്റവും എളുപ്പം. പക്ഷെ എനിക്ക് മസ്കാര ഇട്ടിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും, എനിക്കങ്ങനെ എൻ്റെ കണ്ണുകൾ അങ്ങനെ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീല് കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാജലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് തീരാറായി, മെബിലിൻ്റെ ആണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീണ്ടും ഈ കണ്ണാടി നോക്കി ഒന്നിടാൻ പോവാണേ. ഒന്നുമില്ല, കാജൽ ജസ്റ്റ് താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കും, മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഐബ്രോസ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കാജൽ ഇട്ട് കഴിഞ്ഞു. കാജൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മസ്കാര വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ അടുത്ത മാജിക് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞത്. എനിക്ക് ആദ്യത്തേത് നമ്മുടെ സൺസ്ക്രീൻ ആണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ ഒരു ടിന്റ് ആണ്. ഭയങ്കര ക്യൂട്ട് പാക്കേജിങ് ആണ് ഇതിന്റെ. ഡിയർ ഡാർലിംഗ് എന്നാണ് ഈ ഒരു ഡിയർ ഡാർലിംഗ് ടിന്റ് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. ഇനി ഇത് നമ്മൾ ചീക്സിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ശരിക്കും നമ്മുടെ ലുക്ക് കംപ്ലീറ്റ്ലി മാറ്റുന്ന ഒരു സംഭവമാണ്. സൺസ്ക്രീൻ പോലെ തന്നെ മാറ്റുന്ന ഒരു സാധനമാണ്. ഇത് നമ്മൾ ചീക്സിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുക. അതായത് ആ ചീക്ക് ബോണിന്റെ അതേ എന്താ പറയാ ഷേപ്പിൽ ഇട്ട് കൊടുക്കണേ. ആൻഡ് ദെൻ ജസ്റ്റ് സ്പ്രെഡ്. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മൾ ഇവിടെ മാത്രം ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് പേഴ്സണലി ഒട്ടും പ്രിഫർ ചെയ്യാറില്ല. കാരണം ഇവിടെ മാത്രം ഇങ്ങനെ ചുമന്നിരിക്കും, ആപ്പിൾ പോലെ. അപ്പം അതിലും നല്ലത് കുറച്ച് മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അതൊരു നാച്ചുറൽ ആയിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ. അപ്പോൾ നമ്മള് ഇത് ഇത്രയും ഞാൻ സ്ക്രീനിൽ നോക്കുന്നുണ്ടാട്ടോ, അങ്ങോട്ട് അധികം നോക്കാത്ത ക്യാമറയിലോട്ട്. അപ്പൊ നമ്മളിപ്പം ആ ഒരു ടിന്റ് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു നല്ല ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മെബലിന്റെ ന്യൂഡ് നുവാൻസ് എന്നൊരു എന്താ പറയാ, അതാണ് ഈ ഇതിന്റെ പേര്. എല്ലാം വായിന്നു പോകുന്നു. ഈ ഷെയ്ഡിന്റെ പേര് ന്യൂഡ് നുവാൻസ് എന്നാണ്. അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞു. അധികം നിങ്ങൾക്ക് ഇട്ട പോലെ ഫീൽ ചെയ്യില്ല, കാരണം ആ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് അങ്ങനെയാണ്. സോ ന്യൂഡ് ഷെയ്ഡാണ്. അതുകൊണ്ട് ഇത് ഞാൻ ഡെയിലി യൂസിന് പ്രിഫർ ചെയ്യുന്ന ഷെയ്ഡ് ഇതാട്ടോ. ഇപ്പം ഡിന്നറിന് പോവാണെങ്കിലും എവിടെ ബ്രഞ്ച് ഡേറ്റ് ആണെങ്കിലും ഒക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ യെറ്റ് എലഗന്റ് ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടും. അതോടുകൂടി നമ്മുടെ ലുക്ക് തീർന്നു. ഇനി എനിക്കൊരു ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ടേ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഓക്കെ, വെയിറ്റ്, എനിക്ക് പൊട്ടില്ലാതെ പറ്റില്ല.
വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണെങ്കിൽ ഓക്കെ, അല്ലാതെ എനിക്ക് പൊട്ട് വേണം. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ആൻഡ് തലമുടിയും കൂടെ ഒന്ന് സെറ്റ് ആക്കിയാൽ വി ആർ ഓൾ സെറ്റ് ടു ഗോ. എൻ്റെ തലമുടി കുറച്ച് ഫ്രിസി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനൊരു സിറം യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും, സ്ട്രീക്സിൻ്റെ ഒരു കുട്ടി പാക്കറ്റ്, ഒരു കുട്ടി ബോട്ടിലാണേ. അപ്പോൾ ഈ ഒരു സിമ്പിൾ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അണ്ടർ 5 minutes നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ഒരുപാട് സാധന സാമഗ്രികളൊന്നും ഇതിന് ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് തോന്നാത്ത രീതിയിൽ നിങ്ങൾക്ക് മേക്കപ്പ് ഇടുകയും ചെയ്യാം. ബിഫോർ ഐ എൻഡ് ദിസ് വീഡിയോ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.